ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വാഭാവികമാണ് വിവാഹ ജീവിതത്തിന്റെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ലോകത്ത് മനുഷ്യ ജീവിതത്തിൽ കാണപ്പെടുക എന്നത്. പ്രത്യേകിച്ച് ഇണകൾ എന്ന് പറഞ്ഞാൽ ഇണക്കമുണ്ടാവേണ്ടവരാണ്. ഇണക്കത്തെ സംബന്ധിച്ച് ഇണക്കത്തിന്റെ ശക്തി കൂടുന്നത് പിണക്കത്തിന് ശേഷമാണ്. ഇണക്കത്തോടു കൂടെയാണ് പിണക്കവും അള്ളാഹു പടച്ചിരിക്കുന്നത്. ഇത് രണ്ടും ഒരു ജീവിതത്തിൽ ഉണ്ടാവൽ സ്വാഭാവികമാണ്. എന്നാൽ പിണക്കത്തെക്കാൾ ഏറെ ഉണ്ടാകുന്നതും ഉണ്ടാവേണ്ടതും ഇണക്കമാണ്. ഇണകളുടെ ജീവിതത്തിൽ ഇത് രണ്ടും പ്രതീക്ഷിക്കപ്പെടാവുന്നതാണ്. ഭാര്യ ഭർത്താവ് എന്ന രണ്ട് പദവിയാണ് ഇണകളിൽ കാണപ്പെടുന്നത്. സ്വാഭാവികമായും ഭാഷാപരമായി ഈ പ്രയോഗത്തിന് വലിയ അർത്ഥമുണ്ട്. ഭാര്യ എന്ന് പറയപ്പെട്ടാലും ഭർത്താവ് എന്ന് പറയപ്പെട്ടാലും ഇസ്ലാമിക തത്വാധിഷ്ഠിതമായ ഒരു ചിന്തകൾക്കപ്പുറം മലയാള ഭാഷയിൽ തന്നെ അതിന്റെ വിശകലനത്തെ നാം തേടിക്കഴിഞ്ഞാൽ പല ഡിക്ഷണറികളും കൊടുക്കുന്നത് ഭാര്യ എന്ന പദത്തിന്റെ വിവക്ഷ ഭരിക്കപ്പെടേണ്ടവൾ എന്നാണ്. അതായത് അവളെ നിയന്ത്രിക്കുന്ന ഒരു ആണ് വേറെ ഉണ്ട് എന്ന അർത്ഥമാണ് ഭാര്യ എന്ന പദത്തിന് കാണപ്പെടുന്നത്. എന്നാൽ ഭർത്താവ് എന്ന പദത്തിന്റെ അർത്ഥം ഇതുപോലെ തന്നെയല്ല, നിയന്ത്രിക്കുന്നവൻ എന്നാണ്, നിയന്ത്രണം പിടിക്കുന്നവൻ എന്നാണ്. ഏകദേശം രണ്ടും ഒരുപോലത്തെ അക്ഷരങ്ങളാണ് കാണപ്പെടുന്നതെങ്കിലും ഭാര്യ എന്നത് ഭരിക്കപ്പെടേണ്ടവളും ഭർത്താവ് എന്നത് ഭരിക്കപ്പെടുന്നവനല്ല, ഭരണം നടത്തുന്നവൻ, അതായത് നിയന്ത്രിക്കുന്നവൻ എന്നാണ് അർത്ഥം. ഈ രീതിയിൽ മലയാളത്തിൽ ആ ഭാഷാപരമായ വ്യാഖ്യാനങ്ങൾ കാണപ്പെടാറുണ്ട്. ഇസ്ലാമികമായ തത്വങ്ങളും പരിശുദ്ധമായ പ്രമാണങ്ങളും പറഞ്ഞ ആ അർത്ഥത്തിലേക്ക് തന്നെയാണ് ഏത് ഭാഷയും ഈ രണ്ട് സ്ഥാനങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു നമ്മുടെ കുടുംബജീവിതത്തിന്റെ സന്തോഷം വർദ്ധിപ്പിച്ചു തരട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ശരിക്കും ഇവിടെ ഭരണവും ഭാരവും ഒക്കെ ഉണ്ട്. ജീവിതത്തിന്റെ ഏറ്റവും ഭാരമുള്ള ഒരു ഭാഗത്തേക്കാണ് ഒരു മനുഷ്യൻ വൈവാഹിക ജീവിതത്തിലൂടെ കടന്നു വരുന്നത്. ഭാര്യാഭർത്തൃ ജീവിതം വലിയ ഭാരമാണ്. അത് എങ്ങനെ ഭാരമായി തീരുന്നു? പരസ്പരം കടമകളും കടപ്പാടുകളും നിർവഹിക്കുക എന്നത് ഒരു അർത്ഥത്തിൽ ഭാരമായി വരാറുണ്ട്. തന്റെ പ്രിയപ്പെട്ടവനെ പൊരുത്തപ്പെടിയിക്കാതെ ഒരു പെണ്ണും ആ രാത്രിയിൽ കിടന്നുറങ്ങാൻ പാടില്ല. തന്റെ പ്രിയപ്പെട്ടവളെ പൊരുത്തപ്പെടിയിക്കാതെ ഒരു ഭർത്താവും കിടന്നുറങ്ങാൻ പാടില്ല. കാരണം രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ദിനം പ്രതി അനേകം കടമകളും കടപ്പാടുകളുമുണ്ട്. ഇത് നിർവഹിക്കുക എന്നത് അവരുടെ ബാധ്യതയാണ്. തന്റെ ഇണയ്ക്ക് അത് ചെയ്തു കൊടുക്കുന്നതിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടിയിക്കണം, അത് നിർബന്ധവുമാണ്. ഒരു പരിശുദ്ധമായ ചര്യയായി മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നതാണ്. കിടപ്പറയിൽ അവസാനം ഭാര്യാഭർത്തൃ സംഗമത്തിൽ പരസ്പരം പൊരുത്തം ചോദിച്ചിട്ട്, ഇന്നത്തെ ദിവസം നിനക്ക് ഞാൻ ചെയ്തു തരേണ്ട ഹക്ക് എന്നിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ നീ പൊറുക്കണമെന്ന് ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തം ചോദിക്കുക എന്നത് ഒരു വലിയ പുണ്യമായി മഹാന്മാരെ പഠിപ്പിക്കുകയാണ്. കാരണം ഉറക്കിൽ മരണം സംഭവിച്ചാൽ പൊരുത്തം അങ്ങോട്ടും ഇങ്ങോട്ടും അനിവാര്യമാണ് എന്ന അടിസ്ഥാനത്തിൽ. അപ്പോൾ ഇവിടെ പരസ്പരം ധാരാളം കടമകൾ നിർവഹിച്ചു കൊടുക്കുക എന്ന തലത്തിലൂടെ ചിന്തിക്കുമ്പോഴും ഭാരമാണ് വൈവാഹിക ജീവിതത്തിന്റെ ഭാര്യാഭർത്തൃബന്ധം. അതിലപ്പുറം അള്ളാഹു തരുന്ന മഹത്തായ ഒരു സ്ഥാനം എന്ന നിലക്കും അത് ഭാരമാണ്. റബ്ബിന്റെ മുന്നിലും ഉത്തരവാദിത്തം നമുക്ക് പറയാനുണ്ട്. നമ്മൾ റബ്ബിന്റെ മുന്നിലും സമാധാനം പറയാനുണ്ട്. അള്ളാഹുവിനെ ബോധിപ്പിക്കണം. കാരണം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് ഭാര്യ ഭർത്തൃ ജീവിതത്തിന്റെ ഇണക്കങ്ങളും സ്നേഹബന്ധങ്ങളും എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലിയ ഒരു സ്ഥാനത്തേക്ക് എത്തി എന്ന നിലക്കും വിവാഹ ജീവിതത്തിന്റെ ഏറ്റവും അനുരാഗ നിർഭരമായ നിമിഷങ്ങൾ ഭാരം തന്നെയാണ്. ഭാരം വഹിക്കലാണ് വിവാഹം എന്ന വാക്കിലൂടെ സൂചിപ്പിക്കപ്പെടുന്നത്. വഹിക്കാൻ കഴിയാത്ത വലിയ ഒരു ഭാരമാണ്, വലിയ ഒരു ഉത്തരവാദിത്തമാണ്. ആ ഒരു ഉത്തരവാദിത്തത്തിന്റെ അവതരണം നോക്കണം മനുഷ്യ ജീവിതത്തിന്റെ ആദ്യ ബന്ധത്തിലൂടെയാണ്. ലോകത്തെ ആദ്യത്തെ ബന്ധം രണ്ട് മനുഷ്യർക്കിടയിൽ ഉണ്ടായിട്ടുള്ളത് ഭാര്യയും ഭർത്താവും എന്ന തലത്തിലൂടെയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറുതെ അല്ല പറഞ്ഞത്, മൻ തസവ്വജ ബിംറഅത്തിൻ ഫഖദ് അഹ്റസ സുലുസൈ ദീനിഹി എന്ന്.
ദീനിന്റെ 2/3 പൂർത്തീകരിക്കപ്പെടുന്നത് വൈവാഹിക ജീവിതത്തിലൂടെയാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത്ര ഗൗരവമുള്ള ജീവിത തലം ആയതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതിന് ഭാരമുണ്ട്. അള്ളാഹുവിന്റെ ദീനിന്റെ 2/3 വിവാഹ ജീവിതത്തിലൂടെയാണ് ഒരാൾക്ക് കരസ്ഥമാക്കാൻ കഴിയും. അത് ഭാര്യയാവട്ടെ ഭർത്താവട്ടെ. ധാർമ്മിക ബോധത്തിന്റെ 2/3 എന്ന് പറയുന്ന ഉത്തരവാദിത്തത്തിലേക്ക് ഒരു ജീവിതം എത്തുക എന്നത് ഭാരം തന്നെയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്തായ ഒരു സ്ഥാനമാണ് ഭാര്യയ്ക്കും ഭർത്താവിനും കൊടുത്തത്. വിവാഹ ജീവിതത്തിന്റെ ആദ്യ പ്രവേശന നാളുകളിൽ, തുടക്കത്തിൽ ആ മധുവിധുവിന്റെ മധുരത്തിലും അതിന്റെ ആ വർണ്ണപ്പകിട്ടിലും പുതുക്കം കളയാത്ത ആ വിവാഹ ജീവിതത്തിന്റെ നൈർമല്യത്തിലും നവമിഥുനങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. 3-4 വിഭാഗം ആളുകളെ എണ്ണി പറഞ്ഞിട്ട് അവരുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉടൻ തന്നെ ഉത്തരം ചെയ്യുമെന്ന് പറഞ്ഞോടത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അന്നാകിഹുല്ലദീ യുരീദുൽ അഫാഫ് എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിവാഹ ജീവിതത്തിന്റെ ലക്ഷ്യം സദാചാര നിഷ്ഠയും സ്വഭാവ വിശുദ്ധിയുമാണ്. ഹറാമുകളിലേക്ക് പോകില്ല എന്ന ഒരു തീർച്ചയാണ് വിവാഹത്തിലൂടെ സംഭവിക്കുന്നത്. അത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരാൾ അതിൽ ഉറച്ച് ഹൃദയത്തെ കേന്ദ്രീകരിക്കുന്നുവെങ്കിൽ അവന്റെ ഉദ്ദേശം സദാചാര ബോധമാണ്. ഹറാമുകളിലേക്ക് ഇനി എന്റെ കണ്ണും കൽബും കയ്യും കാതും ഒന്നും പോവില്ല എന്ന തീർച്ചയിലാണ് ഒരാൾ വിവാഹ ജീവിതത്തിലേക്ക് എത്തിയതെങ്കിൽ ആ പുതുമണവാളന്റെയും ആ മണവാട്ടിയുടെയും പ്രാർത്ഥന അള്ളാഹു പെട്ടെന്ന് ഉത്തരം ചെയ്യുന്ന പ്രാർത്ഥനകളുടെ കൂട്ടത്തിലുണ്ടെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിക്കാഹൊക്കെ കഴിഞ്ഞു വരുന്ന പുതിയണ്ണിനോടും പുതിയാപ്പിളയോടൊക്കെ ദുആ ചെയ്യണേ മക്കളെ എന്ന് പറയാം. കാരണം അവരുടെ ദുആക്ക് ഉത്തരമുണ്ട് എന്നത് അവരോട് പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു ഭാരമാണ്, വലിയ ഒരു ഉത്തരവാദിത്തമാണ് വിവാഹ ജീവിതത്തിലൂടെ നാം നിർവഹിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സഹോദരിമാരാണ്. അവരിൽ ധാരാളം കടമകൾ കൂടുതലായി കാണപ്പെടുന്നുണ്ട്. അവരിൽ ധാരാളം ഉത്തരവാദിത്തങ്ങൾ വിവാഹ ജീവിതത്തിലൂടെ കടന്നു വരുമ്പോൾ കുടുംബം നോക്കുക എന്ന വിഷയത്തിൽ കടന്നു വരുന്നുണ്ട്. ഈ വിഷയങ്ങളിലേക്കൊക്കെ പരിശുദ്ധ മതം വളരെ മനോഹരമായ ഭാഷയിലൂടെ കടന്നു വരുന്നത് നമുക്ക് കാണാം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാമല്ലോ. മഹാനായ ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട് ഒരു ഹദീസ്, ലാ തസുനിൽ മർഅതു വബഅലുഹാ ഷാഹിദുൻ ഇല്ലാ ബിഇദ്നിഹി. ഒരു പെണ്ണ് അവളുടെ ഭർത്താവ് നാട്ടിലുള്ള സന്ദർഭത്തിൽ സുന്നത്ത് നോമ്പെടുക്കാൻ പാടില്ല ആ ഭർത്താവിന്റെ അനുവാദമില്ലാതെ എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ശറഹ് മുസ്ലിമിൽ ഇമാം നവവി രേഖപ്പെടുത്തുന്നുണ്ട്, വഹാദൻ നഹിയു ലിത്തഹരീമി സറഹ ബിഹി അസ്ഹാബുന. ശരിക്കും ഈ ഹദീസിന്റെ പദക്രോഡീകരണം എങ്ങനെയോ അതിന്റെ ബാഹ്യമായ അർത്ഥം തന്നെയാണ് ഇതിന്റെ ആശയത്തിലുമുള്ളത്. എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ സാന്നിധ്യം ഉള്ളോടത്ത് അയാളുടെ സമ്മതമില്ലാതെ പെണ്ണ് സുന്നത്തായ നോമ്പ് നിർവഹിക്കുക എന്നത് ഹറാമാണെന്ന് പോലും അയാളുടെ സമ്മതമില്ലെങ്കിൽ ആ സുന്നത്ത് നോമ്പ് ഹറാം എന്ന സ്ഥാനത്തേക്ക് പോലും വരും എന്നതാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം നമ്മുടെ മുന്നിൽ പറയുന്നത്. അപ്പൊ അത്രത്തോളം അവളുടെ ഉത്തരവാദിത്വ നിർവഹണത്തില് ഭർത്താവിന്റെ സാന്നിധ്യവും അദ്ദേഹത്തിന്റെ സന്തോഷവും ഒക്കെ വലിയ ഘടകമാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ സ്വഹാബി വനിതകളായ ചെറിയ പെൺകുട്ടികൾക്ക് വിവാഹ ജീവിതത്തിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ പ്രത്യേകം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രാധാന്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു ശീലം സ്വഹാബികൾ വളരെയധികം സന്തോഷത്തോടെ ഏറ്റെടുത്തതായി കണ്ടിട്ടുണ്ട്. അതിന്റെ തുടർച്ച ഇന്ന് ഇടക്കാലത്ത് നഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണ്. കാരണം മഹല്ല് തലങ്ങളിൽ നാം അന്വേഷിച്ചാൽ പുതിയ വൈവാഹിക ജീവിതങ്ങൾ പലപ്പോഴും പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലുമാണ് എത്തി നിൽക്കുന്നത്. ത്വലാഖുകളും മസ്ലഹത്തുകളും ധാരാളം കണ്ടുവരുന്നു. ത്വലാഖ് എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് പോലും അറിയാത്ത പഴയകാലത്തെ പവിത്ര ബന്ധങ്ങൾ കടന്നുപോയത് നമുക്ക് വലിയ അത്ഭുതമായി കാണാം. ഇന്ന് മഹല്ല് കമ്മിറ്റികളിൽ തന്നെ മസ്ലഹത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക വിഭാഗത്തെ അതിന്റെ ഇടയിൽ ശാഖാപരമായി തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ ഒരു വിങ് തന്നെയുണ്ട് ഓരോ മഹല്ലിലും. ഏതായാലും വിവാഹത്തിന് മുമ്പ് അങ്ങനത്തെ ഉപദേശങ്ങളൊക്കെ എമ്പാടും നടത്തപ്പെടേണ്ടത് നല്ലതാണ്. പ്രീമാരിറ്റൽ കോഴ്സ് പോലെയുള്ളത്
ഇപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ, വിദ്യാഭ്യാസ ബോർഡിന്റെ നേതൃത്വത്തിലൊക്കെ അത് ഇപ്പോഴും വളരെയധികം പ്രക്രിയാധിഷ്ഠിതമായി നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ വിവാഹ ജീവിതത്തിന്റെ പല കിടങ്ങുകളും കുഴികളും കുണ്ടുകളും ഒക്കെ പരിഹരിക്കപ്പെടാൻ ബോധമുള്ളവർ, അറിവുള്ളവർ, മതബോധമുള്ളവർ പുതിയ തലമുറക്ക് ഉപദേശം കൊടുക്കുക എന്നത് വലിയ ദൗത്യമായി ഏറ്റെടുക്കേണ്ടതുണ്ട്. വൈവാഹിക ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം കുടുംബത്തിലേക്ക് വന്നു കയറുന്ന പെണ്ണ് സ്വാലിഹത്തായ പെണ്ണാവുക എന്നതാണ്. അവള് സ്വാലിഹത്തായി കഴിഞ്ഞാൽ അവന് സമ്പത്ത് പോലും ഉണ്ടാകുമെന്നാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നാല് കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തപ്പെട്ടാണ് ഒരു വിവാഹത്തെ നിശ്ചയിക്കപ്പെടുന്നത്. നാല് കാര്യങ്ങൾ അടിസ്ഥാനമുണ്ട്. ഒന്ന്, പെണ്ണിന്റെ സമ്പത്ത് തുലനം ചെയ്യാൻ പറ്റും. ചെറുക്കന്റെ സമ്പത്തും പെണ്ണിന്റെ സമ്പത്തും തമ്മിൽ ഇങ്ങനെ പരസ്പരം ഒന്ന് കമ്പയർ ചെയ്യാം. ആ സാമ്പത്തിക സ്ഥിതി തന്നെയാണ് ഇവിടെയെങ്കിൽ 15 രൂപയുടെ സോപ്പ് ഉപയോഗിക്കുന്നത് എത്ര ദിവസം കൊണ്ടാണ് അവള്? അത് അപ്പുറത്തെ വീട്ടിലും അതേ നിലവാരത്തിലുള്ള സാമ്പത്തിക വിശേഷമാണ് ഉള്ളതെങ്കിൽ ഇവൾ അവിടെ കുറ്റം ചെയ്യപ്പെട്ടവളായി മാറുന്നില്ല. നേരെ മറിച്ച് അവിടെ ദൂർത്തുകാരിയായും അല്ലെങ്കിൽ നിലവാരമില്ലാത്തവളായും ചിത്രീകരിക്കപ്പെടുന്നത് സാമ്പത്തിക നിലയിലുള്ള വ്യത്യാസമാണ്. ഒരു പെണ്ണ് അവളുടെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് ജീവിച്ചു പോന്ന ആ ലെവല്, അതേപോലത്തെ വീടാണെങ്കിൽ അവളെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസമില്ലാതെ തുടരാൻ കഴിയും. സാമ്പത്തികമായ വിഷയം നോക്കാറുണ്ട്, പരിഗണനയുണ്ട്. രണ്ടാമത്തേത് അവളുടെ സൗന്ദര്യമാണ്. മൂന്നാമത് പറഞ്ഞത് അവളുടെ തറവാടാണ്. തറവാട് വലിയൊരു ഘടകം തന്നെയാണ്. തറവാട് വലിയ ഘടകം. ദീനീബോധം തറവാടിത്തത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. നാലാമത് പറഞ്ഞത് ദീനാണ്. എന്താ ദീന് നാലാമത് പറഞ്ഞത്? നാലാം സ്ഥാനമായതുകൊണ്ടാണ്? അല്ല, ദീനിന് പ്രാധാന്യമുണ്ട്. ദീനിനെ കുറിച്ച് കുറച്ചും കൂടി പറയാനുള്ളത് കൊണ്ടാണ് നാലാമത് പറഞ്ഞത്. ദീനുള്ള പെണ്ണിനെ നീ തെരഞ്ഞെടുക്ക്. എന്നിട്ട് അതിനൊന്നും കൂടി വിശദീകരിച്ചു. ഈ വിശദീകരണം ശേഷം ഉള്ളത് കൊണ്ടാണ് നാലാമത് ഹദീസിൽ നാലാമത് ദീനിന്റെ കാര്യം പറഞ്ഞു. ദീനുള്ള പെണ്ണിനെ തെരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ നിനക്ക് ദാരിദ്ര്യം വരാം. കിനായത്തുൻ അനിൽ ഫഖരി എന്ന ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു ഹജർ തങ്ങള് ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ദീനുള്ള പെണ്ണിനെ നീ തെരഞ്ഞെടുക്കണം, തരിബത്ത് യദാക്, അല്ലെങ്കിൽ നിന്റെ കയ്യിൽ മണ്ണ് പുരളട്ടെ എന്നാണ് പറഞ്ഞത്. അതിനർത്ഥം എന്താ? ദാരിദ്ര്യം വരാൻ സാധ്യതയുണ്ട് പെണ്ണിന് ദീനില്ലെങ്കിൽ. അപ്പൊ ദീനുള്ള പെണ്ണ് നിന്റെ കുടുംബത്തേക്ക് വരാ എന്നത് നിനക്ക് സാമ്പത്തികം വരാൻ കാരണമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ വന്ന പെണ്ണിന് ഇപ്പൊ ദീനത്തിന് കുറവാണ്, എന്ത് ചെയ്താൽ മതി? ദീന് കൊടുത്താൽ മതി. അപ്പോൾ കുടുംബത്തിലേക്ക് സമ്പത്ത് വരും. മഹാനായ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, സൂറത്തുൽ വാഖിഅ വീട്ടിലുള്ള പെണ്ണുങ്ങളെ പഠിപ്പിക്കണം, അത് ഓതാൻ ശീലിപ്പിക്കണം. കാരണം സൂറത്തുൽ വാഖിഅ അത് സാമ്പത്തികം കൊണ്ടുവരുന്ന അധ്യായമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു കസീർ സൂറത്തുൽ വാഖിഅയുടെ വ്യാഖ്യാനം കൊടുക്കുന്നിടത്ത് ഈ ഹദീസ് പറയുന്നുണ്ട്. അനസ് തങ്ങളിൽ നിന്നും തന്നെ നിവേദനവും നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ കുടുംബത്തിലേക്ക് വരുന്ന പെണ്ണ് സാമ്പത്തിക വിഷയത്തിൽ പോലും ഇടപെടുകയാണ്. അത്രത്തോളം ഒരു പെണ്ണ് ഒരു കുടുംബത്തിന്റെ വിളക്കായി മാറുകയാണ്. സ്ത്രീകളെ പലതും പഠിപ്പിക്കാനുണ്ട്. വിവാഹ ജീവിതത്തിന്റെ വളരെ സരളമായ അവസ്ഥയിലേക്ക് ഒരു പെണ്ണ് കടന്നു ചെല്ലണമെങ്കിൽ അതിനു മുന്നേ അവരുടെ മനസ്സിൽ ധാരാളം ഉപദേശങ്ങൾ എത്തിയിരിക്കണം. ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അവൾക്ക് ഉണ്ടാവണം. ആ കാഴ്ചപ്പാട് പക്വതയുള്ളതാവണം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ സ്വഹാബി വനിതകളായ ചെറുപ്രായക്കാരികളായ സഹോദരിമാരെ കൊണ്ടുവന്ന് ഉപദേശിച്ചു പോയിട്ടുണ്ട്. ഇമാം ഗസാലി അവിടുത്തെ ഇഹ്യാഇൽ രേഖപ്പെടുത്തുന്നത് കാണാം. വമിൻ ഹഖ്ഖിഹാ അലൽ വാലിദൈനി തഅലീമുഹാ ഹുസ്നൽ മുആശറ. പെണ്ണ് കെട്ടിക്കുന്നതിന് മുന്നേ വാപ്പാക്കും ഉമ്മാക്കും ബാധ്യതയാണത്രേ മക്കളെ മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞയക്കുമ്പോൾ മറ്റൊരു വീട്ടിൽ എങ്ങനെ പെരുമാറണമെന്ന ചിട്ട ഉമ്മയും വാപ്പയും പഠിപ്പിച്ചു കൊടുക്കണം. അതിന് ഉമ്മാക്കും വാപ്പാക്കും ആദ്യം അത് അറിയണം. ഉമ്മയും വാപ്പയും അത് പഠിപ്പിച്ചു കൊടുക്കൽ നിർബന്ധമാണ്, ബാധ്യതയാണ്. സ്വാലിഹത്തായ പെണ്ണിനത് പറഞ്ഞു കൊടുക്കേണ്ടതില്ല. അവൾക്കറിയാം അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതും അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തതും.
അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹാക്കട്ടെ. സ്വാലിഹായ പെണ്ണാണ് എങ്കിൽ കുടുംബത്തിൽ എങ്ങനെ വേണമെന്നവൾക്കറിയാം. വാപ്പയെ ബഹുമാനിക്കേണ്ടത് എങ്ങനെയെന്നറിയാം. ഉമ്മയോട് എന്ത് വർത്തമാനം പറയണമെന്നവൾക്കറിയാം. ഭർത്താവിന്റെ ഉമ്മ പറഞ്ഞത് തന്നെ ഒന്ന് ചൊടിപ്പിച്ചാൽ അവിടെ ക്ഷമ പാലിക്കണമെന്നത് ദീനുള്ള പെണ്ണിനറിയാം. ഇമാം ഗസാലി പറയാ, വിവാഹത്തിന് മുന്നേ പെൺകുട്ടികളെ വിവാഹ ജീവിതത്തെക്കുറിച്ചും ചെന്നു കയറുന്ന കുടുംബത്തിൽ പെരുമാറേണ്ട രീതികളെ കുറിച്ചും പഠിപ്പിച്ചു കൊടുക്കൽ പെൺകുട്ടിയുടെ വാപ്പാക്കും ഉമ്മാക്കും ബാധ്യതയാണത്രേ. ഭർത്താവിനോട് എങ്ങനെ പെരുമാറണമെന്ന് ഉമ്മ പഠിപ്പിച്ചു കൊടുക്കണം, ഇത്താത്തമാര് പഠിപ്പിച്ചു കൊടുക്കണം, അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. ഭർത്താവിന്റെ കൂടെയുള്ള പെരുമാറ്റത്തിന്റെ അദബുകൾ പഠിപ്പിച്ചു കൊടുക്കണം. അദബ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഭർത്താവിനെ ബഹുമാനിക്കുന്ന ഒരു ഇടം അവിടെ ഉണ്ടെന്ന. ഭർത്താവിനെ അവിടെ കാണുമ്പോഴേക്കും ഇവിടെ എഴുന്നേറ്റ് നിൽക്കണം, ഭർത്താവിനെ ബഹുമാനിക്കണം, അദ്ദേഹത്തോട് എങ്ങനെ സംസാരിക്കണം, അദ്ദേഹത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുക്കണം, അദ്ദേഹത്തിന്റെ വിളിക്ക് എങ്ങനെ ഉത്തരം ചെയ്യണം, അദ്ദേഹത്തോട് ദേഷ്യം നിനക്ക് തോന്നിയാൽ അത് എങ്ങനെ പ്രകടിപ്പിക്കണം, അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അദ്ദേഹം നിന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ നീ അവിടെ എങ്ങനെ നിന്റെ രീതികൾ അവിടെ എങ്ങനെ നീ പാലിക്കണം, ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. ഇമാം ഗസാലി തുടർന്ന് പറയുന്നുണ്ട്, അസ്മാ ബിൻത് ഖാരിജത്തുൽ ഫിറാസി റളിയല്ലാഹു അൻഹ അവരുടെ മകളോട് പറഞ്ഞു, വിവാഹത്തിന്റെ തൊട്ടു മുന്നേ മോളോട് പറയാണ് ഉമ്മ. മഹ്ദിയായ അസ്മാ റളിയല്ലാഹു അൻഹയുടെ ആ വാക്കുകൾ തസവ്വുഫിന്റെ ലോകത്തെ ഏറ്റവും വലിയ ഗ്രന്ഥമായ ഇഹ്യാഇന്റെ വരികളാണ്. അസ്മാ റളിയല്ലാഹു അൻഹ അവരുടെ മകളെ വിവാഹത്തിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഉപദേശിക്കാം. ആ തൊട്ടടുത്ത ദിവസം മാത്രം ഉപദേശിക്കല്ല, അതിനു മുമ്പേ ഈ ഉപദേശം ഉമ്മാടെ ജീവിതത്തിൽ നിന്നും മോള് കണ്ടുപഠിച്ചതാണ്. അതിന്റെ കൂടെ ഉമ്മ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞും കൊടുക്കും. അങ്ങനെ പഠിച്ചു പോന്ന മോള്, ആ മോള് ഇപ്പൊ വിവാഹത്തിലേക്ക് എത്തിയപ്പോ ഉമ്മ ഒന്നും കൂടി ഓർമ്മിപ്പിക്കാം. ഞാൻ സാന്ദർഭികമായി പറയാം, പെൺകുട്ടികൾ കുറച്ചൊക്കെ പ്രായമായി ഇങ്ങനെ വരുമ്പോഴേക്കും ആ വീട്ടിൽ അവർക്ക് എപ്പോഴും പുസ്തക സഞ്ചി മാത്രം അഭയമായി നിൽക്കാതെ വീട്ടിൽ ഉമ്മ എന്ത് ചെയ്യണം, മോളെ കൊണ്ട് വാപ്പാടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യിക്കണം. എന്നാലാണ് നാളെ ഈ പെൺകുട്ടി വേറൊരാളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ആ ഭർത്താവിന്റെ വാപ്പാക്കും അവിടുത്തെ ഉമ്മാക്കും എന്തൊക്കെ ചെയ്യണം എന്നതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവുള്ളൂ. ചെന്ന ഉടനെ ആ വാപ്പാക്ക് എന്താ വേണ്ടത് എന്നത് ചോദിക്കാൻ ഈ മോൾക്ക് തോന്നൂല. കാരണം വീട്ടിൽ ശീലമില്ലെങ്കിൽ വീട്ടിൽ ശീലമുണ്ടാക്കണം. മഹ്ദിയായ അസ്മാ റളിയല്ലാഹു അൻഹ മകളോട് പറയാണ്, ഇന്നകി ഖറജതി മിനൽ ഉസ്ലദി ഫീഹി ദറജതി. മോളെ, നീ വളർന്നു വന്ന കൂട്ടിൽ നിന്നും നിനക്ക് പരിചയമില്ലാത്ത മറ്റൊരു കൂട്ടിലേക്കാണ് പോകുന്നത്. ഫസുർതി ഇലാ ഫിറാസിൻ ലം തഅരിഫിഹി. ഇന്ന് വരെ നീ കിടന്നുറങ്ങിയ കിടക്കപ്പായയിൽ നിന്നും ആ വിരിപ്പിൽ നിന്നും നിനക്ക് പരിചയമില്ലാത്ത മറ്റൊരു വിരിപ്പിലേക്കാണ് മോളെ ഇന്ന് മുതൽക്ക് നീ പോവാം. മോളെ, നിനക്ക് മുൻ പരിചയമോ ഇടപഴകി ഇണക്കമോ ഇല്ലാത്ത ഒരു കൂട്ടുകാരന്റെ അടുത്തേക്കാണ് ഇന്ന് മുതൽക്ക് നീ പോവാ. പഴയ കാലത്തെ കല്യാണത്തിലൊക്കെയാണെങ്കിൽ അങ്ങനെ പറയാൻ പറ്റും, മുൻപരിചയമില്ലാത്ത ചെറുക്കന്റെ അടുത്തേക്കാണ് നീ പോണേന്നുള്ളത്. ഇന്നിപ്പോ അങ്ങനെയൊന്നുമില്ല. ഏറ്റവും ലാസ്റ്റ് വാപ്പായും ഉമ്മായും അറിയാം. ആദ്യം അറിയേണ്ടവരായിരുന്നു ഇവര്. തന്റെ മോളെ എവിടെ ജീവിക്കണം എന്നതിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നത് വാപ്പായും ഉമ്മയും ആയിരുന്നു മുമ്പ്. ഇപ്പൊ ഏത് വീട്ടിലേക്കാണ് മോള് പോണ്ടതെന്ന് മോള് തന്നെ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും, നാട്ടുകാർ അറിഞ്ഞിട്ടുണ്ടാവും. അവസാനം ആരോ വഴിയിൽ വെച്ച് പറഞ്ഞാണ് വാപ്പ അറിയണത്. ആ ഒരു ശൈലിയല്ല ശരിക്കും ഇവിടെ ആ പഴയ കാലത്തെ രീതി അനുസരിച്ചുള്ള ഒരു അവതരണമാണുള്ളത്. നിനക്ക് മുമ്പൊരിക്കൽ ഇടപഴകി പരിചയമില്ലാത്ത അപരിചിതനായ ഒരു കൂട്ടുകാരനാണ് നിന്റെ ഭർത്താവ്, അയാളുടെ അടുത്തേക്ക് നീ പോകുന്നത്. അതുകൊണ്ട് ആ അപരിചിതന്റെ അടുത്ത് ചെന്നാൽ മോളെ, നീ അവന്റെ മുന്നില് ഒരു അവന്റെ മുന്നിൽ നീ ഭൂമിയെ പോലെ ആവണം എന്ന് പറഞ്ഞ അവന്റെ മുന്നില് ഏറ്റവും ഭൂമി എന്ന് പറഞ്ഞ താഴെയാണല്ലോ, മണ്ണെന്ന് പറഞ്ഞാൽ നിലമാണല്ലോ, താഴെയാണല്ലോ. നീ പരമാവധി താഴ്ന്നു കൊടുക്കണം. എന്നാൽ അവൻ നിന്റെ മുന്നിൽ സംരക്ഷണം നൽകുന്ന ആകാശമായി വിരിഞ്ഞു നിൽക്കും. പെണ്ണെ, നീ ഒന്ന് താഴ്ന്നു കൊടുത്താൽ അവൻ നിന്നെ സംരക്ഷിക്കും.
നീ ഭൂമിയായാൽ അവൻ നിനക്ക് ആകാശമാകുമെന്ന് പറഞ്ഞാൽ, നീ ഒന്ന് താഴ്ന്നു കൊടുത്താൽ അവൻ നിന്റെ മുകളിൽ നിന്ന് നിനക്ക് സംരക്ഷണ വലയം തീർക്കും. മോളെ, നീ അവന് വേണ്ടി തൊട്ടിലായി കൊടുക്കണം. തൊട്ടിലാവണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ എന്ത് പറയുന്നു, അങ്ങോട്ട് വിളിച്ചാ അങ്ങോട്ട് ഇല്ല, അങ്ങോട്ട് ഓടാ ഇങ്ങോട്ട് ഓടാ, അവന് വേണ്ടിട്ട് എന്തൊക്കെ ആവാൻ പറ്റുന്ന അതൊക്കെ ആവണം. ഒരു പക്ഷെ അവന്റെ തലയിൽ നീ എണ്ണ തേച്ചു കൊടുക്കുന്ന, അവനെ വാത്സല്യപ്പെടുത്തുന്ന ഒരു ഉമ്മയുടെ സ്ഥാനം വഹിക്കണം. ചിലപ്പോൾ അവനെ നീ സഹായിക്കുന്ന ഒരു സഹായിയാവണം. ചില സന്ദർഭങ്ങളിൽ അവന് നീ നല്ലത് പറഞ്ഞു കൊടുക്കേണ്ട അവന്റെ ടീച്ചറാവണം, അവന്റെ കൂട്ടുകാരിയാവണം. ചില സമയത്ത് അവന്റെ പെങ്ങള് കാണിച്ച കുസൃതി നീ കാണിക്കേണ്ടി വരും. അങ്ങനെ കൂടപ്പിറപ്പിന്റെ സ്നേഹവും നീ കൊടുക്കണം. ഒരു തൊട്ടില് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തൊട്ടിലാടാലോ. അങ്ങനെയെങ്കിൽ ആ തൊട്ടില് താഴെ വീഴാതെ ആ തൊട്ടിലിനെ കെട്ടിവെക്കാൻ തൊട്ടില് താഴെ വീഴാതെ തൊട്ടിലിനെ ഉറപ്പിച്ച് കെട്ടിവെക്കാൻ പറ്റുന്ന ഒരു തൂണായി നിന്റെ ഭർത്താവ് മാറും. നീ തൊട്ടിലാവാൻ തയ്യാറായാൽ തൊട്ടിൽ കെട്ടിയിടേണ്ട ആ ഉറപ്പുള്ള തൂണായി നിന്റെ ഭർത്താവ് മാറും. നീ നിന്റെ ഭർത്താവിന് അടിമവേല ചെയ്യുന്ന അടിമസ്ത്രീയെ പോലെയാവണം. എന്നാൽ നിന്റെ ഭർത്താവ് നിനക്ക് അടിമയെ പോലെയായി വരും. നീ അടിമസ്ത്രീയാവാൻ നോക്കിയാൽ, അല്ലാതെ നീ മുതലാളിയാവാൻ നോക്കിയാൽ നിന്റെ ഭർത്താവ് നിന്നെ ചുറ്റുകൂട്ടി കാട്ടിക്കളയും. കുടുംബ വിഷയങ്ങൾ ഉണ്ടാവില്ല. നീ ആദ്യം എല്ലാം പെണ്ണ് ആദ്യം ചെയ്താൽ ചെറുക്കൻ ആ വഴിക്ക് വരും. പെണ്ണ് ആദ്യം വഴങ്ങി കൊടുത്താൽ ചെറുക്കൻ ആ വഴിക്ക് പോരുള്ളൂ. പിന്നെ പറയുന്നു, എന്തെങ്കിലും ഒരു കാര്യം നിനക്ക് വേണമെന്ന് തോന്നിയാൽ അത് കൂടെ കൂടെ ചോദിച്ചിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന് ശല്യം ചെയ്യല്ല മോളെ. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ അത് ശല്യം ചെയ്യുന്ന കാര്യത്തില് തള്ളയും കണക്കാ, തള്ളയുടെ തള്ളയും കണക്കാ, എല്ലാവരും ഒരുപോലെ. സൗകര്യം കൊടുക്കൂല, അവസാനം തൃപ്തിപ്പെട്ടു കൊടുക്കൂല, സൗകര്യമില്ലാണ്ട് പോയി വാങ്ങിക്കൊടുക്കേണ്ടി വരും. ചോദിച്ച് ചോദിച്ച് ശല്യം ചെയ്യരുത് പൊന്നുമോളെ. അങ്ങനെ വന്നാൽ ഫയഖിലാക്കി നിന്നെ അവൻ ആട്ടി ഓടിക്കും. ആട്ടി ഓടിക്കാനാണോ നിന്നെ അങ്ങോട്ട് പറഞ്ഞയക്കുന്നത്? അല്ല. പിന്നെയോ പരമാവധി ഭർത്താവിന്റെ അടുത്ത് നിന്ന് നീ മാറി നിൽക്കാതിരിക്കണം. ചില പെണ്ണുങ്ങളുണ്ട്, വീട്ടിലേക്കൊരു പോക്ക് പോയാ മക്കത്തുനിന്ന് മദീനത്തേക്ക് ഹിജറ പോയ മാതിരിയാ, പിന്നെ തിരിച്ചു വരേണ്ട ചിന്തയൊന്നുമില്ല. സഹോദരിമാരെന്തോ ഓർത്തിട്ട് ഈ വിരുന്നിന് പോണേ. അവിടെ ആങ്ങളയുടെ വീടായിട്ടുണ്ട്, നാത്തൂനെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നേക്കണേ. നമ്മളിപ്പോ അങ്ങോട്ട് ചെല്ലുന്നത് ഒരു വിരുന്നുകാരായിട്ടാ. വിരുന്ന് എന്ന് പറഞ്ഞാൽ 3 ദിവസമേ ഉള്ളൂ. 4ന്റെ അന്ന് ഈ നാത്തൂന് വേണ്ടി പറയാൻ പോയിക്കോളെ, പോരണ്ട വരും. എന്റെ വാപ്പാടെ മുതലാണ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. നീ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. ഈ പറയപ്പെട്ട ഈ ഉദ്ധരണിയിൽ തന്നെ നിന്നെ വേറെ ഒരു കൂട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചതാ. നീ അവിടെ നിന്ന് അങ്ങോട്ട് വിരുന്നുകാരായിട്ട് ചൊല്ലുമ്പോ മാമാടെ വീട്ടിലേക്ക് മക്കളെ കൊണ്ട് നീ അങ്ങോട്ട് ചെല്ലുമ്പോ മാമാടെ വീടാണത്, നിന്റെ വീടല്ല, കുട്ടികളുടെ മാമാടെ വീടാണ്. നിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാണ്. 3 ദിവസമാണ് വിരുന്നുള്ളൂ എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വീട്ടിലെ നാത്തും കൊച്ചു ഇത് അറിയണം, ഈ 3 ദിവസം അവിടെ അലൗഡ് ഉള്ളൂ എന്ന്. 4 പോയിക്കോളാൻ പറയും. അപ്പോൾ ഭർത്താവിനിൽ നിന്നും നീ അകന്ന് പാർക്കാൻ തീരുമാനിച്ചാൽ ഭർത്താവ് നിന്നെ സ്വാഭാവികമായും മറന്നു തുടങ്ങും പെണ്ണെ. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കാരണം ഒരു മനുഷ്യന് ചീത്തയാവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉള്ള കാലമാണ്. ഇനി കണ്ടോ, ഇൻദനാമിൻകി, ഭർത്താവ് നിന്റെ അടുത്തേക്ക് ചേർന്ന് വരാണെങ്കിൽ ഫഖുറുബി മിൻഹു, അവന്റെ അടുത്തേക്ക് നീ കൂടുതൽ അടുത്തിരിക്കണം. മാറിയിരിക്കും മനുഷ്യ എന്ന് പറഞ്ഞ ആട്ടല്ല വേണ്ട. അവൻ നിന്നോട് അടുക്കാൻ ശ്രമിക്കുന്നു. ഒന്ന് തനിച്ച് കിട്ടാൻ വേണ്ടി എല്ലാവരും ഉണ്ട് വീട്ടിൽ, എല്ലാരും ഉണ്ട് വീട്ടിൽ. കെട്ടിച്ചു വിട്ട പെങ്ങളും പിള്ളേരും വന്നിട്ടുണ്ട്, മൂത്താപ്പായും മൂത്തുമായും എല്ലാവരും ഉണ്ട്. എല്ലാ പടയും കൂടി വന്നിട്ടുണ്ടല്ലോ, ഈ പെണ്ണിനെ ഇനി ഒന്ന് കിട്ടണെങ്ങനെ? അപ്പോൾ അവൻ എന്ത് ചെയ്യും? അപ്പുറത്തെ വാതിക്കടെ വന്നിട്ട് ഇങ്ങനെ വിളിക്കും, ഇവിടെ വരാൻ. അപ്പൊ ഇവളെന്ത് ചെയ്യും? ഇവളെ ഒറ്റക്കാണാ വിളിക്കണേ. ഇവളെ അപ്പ കുറച്ച് പിള്ളേരെയും ആ വന്നേക്കണ വിരുന്നേരെ കൂട്ടി എന്തേന്ന് ചോദിച്ച് രഹസ്യമായി വിളിച്ചു കൊടുത്തേക്ക് പരസ്യമായിട്ടാണ്ട് ചൊല്ലും. അവൻ നിന്നെ ഒന്ന് തനിച്ച് കിട്ടാൻ ശ്രമിക്കുന്നോടത്ത് നീയും ഒന്ന് തനിച്ച് കിട്ടണമെന്ന് കൂടുതൽ ആഗ്രഹിക്കപ്പെടണേ. അവൻ നിന്നോട് അടുത്തിരിക്കാൻ വരുമ്പോൾ നീയും അവനോട് കൂടുതൽ അടുത്തിരിക്കാൻ ശ്രമിക്കപ്പെടണേ. നിന്നോടവൻ ഒന്ന് മാറി നിൽക്കുന്ന പറഞ്ഞാൽ
നീ കൂടുതൽ മാറി നിന്നോളണം. രണ്ടാമത് അവൻ പറയാൻ നീ ഇടം വരുത്തരുത്. അയ്യേ, നിന്നെ മീൻ നാറാണല്ലോ, നീ ഒന്ന് ഇത്തിരി നീങ്ങിരുന്നേ. അപ്പൊ തുടങ്ങും പെണ്ണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഞാൻ അടുത്ത് വന്ന് ഇങ്ങനെ കാക്കിന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആകെ ബഹളാവും. അങ്ങനെയല്ല വേണ്ടത്. ഇത്തിരി നീങ്ങിരിക്കാൻ പറഞ്ഞ സ്വാഭാവികമായും ഒരു അസ്വസ്ഥത തോന്നിയോണ്ടാണല്ലോ. വേണ്ടെന്നല്ലല്ലോ പറഞ്ഞു, നിന്നെ വേണ്ടെന്നല്ലല്ലോ പറഞ്ഞത്, കുറച്ചാണ് നീങ്ങിരിക്കാനല്ലേ. അപ്പൊ കുറച്ചാണ് നീങ്ങി, ആ ശരി, എന്നെ നാറ്റം ഉണ്ടാവും, ഞാൻ മാറിയിട്ട് വരാം എന്ന് പറയുമ്പോ ഇവൻ വേണി ഇങ്ങോട്ട് വിളിക്കുക, ആ സാറില്ല നാറ്റം കുഴപ്പമില്ല, അന്ന് നീങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിച്ചു പോകും. ഈ ട്രിക്ക്, ഈ മനഃശാസ്ത്രപരമായ ഒരു സമീപനം പെണ്ണുങ്ങളുടെ ഭാഗത്തു നിന്നും ഉമ്മായും വാപ്പായും പഠിപ്പിച്ചു കൊടുത്തു വിടണം. അല്ലെങ്കിൽ വിവരമുള്ള മനുഷ്യന്മാരെ നടത്തുന്ന പ്രീമാരിറ്റൽ കോഴ്സിന് വിടണം. അങ്ങനെ മക്കളെ ഇത് സംബന്ധമായിട്ട് ഒരു ഉപദേശം പഠിപ്പിച്ചിട്ട് ആ ഉപദേശം പാലിക്കാൻ പ്രതിജ്ഞ ചെയ്യിച്ച് വേണം അങ്ങോട്ട് പറഞ്ഞയക്കാൻ. ഇനി പറയുന്നു, ഉമ്മ മോളോട് പറയാണ്, നിന്റെ ഭർത്താവിന്റെ മൂക്കിനെ നീയാണ് സൂക്ഷിക്കേണ്ടത്. അതെങ്ങനെയാ? ഭർത്താവിന്റെ മൂക്കിൽ എല്ലാം കെട്ടി വെക്കണോ? അതിൽ വല്ല പാറ്റയും പഴുതാരൊക്കെ പോവാതെ അങ്ങനാണോ? ഭർത്താവിന്റെ മൂക്കിൽ എന്തിനുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അയാൾ വരുമ്പോ തന്നെ അല്ല കോലിട്ട് ഇളക്കി നോക്കണം. ഭർത്താവിന്റെ മൂക്ക് സൂക്ഷിക്കാന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം അറിയാം? ഈ മൂക്ക് ഉപയോഗിക്കുന്ന എന്തിനാ? നല്ലത് വാസനിക്കാൻ വേണ്ടിയാ. ഭർത്താവിന്റെ മൂക്ക് വേറെ വല്ലോടത്തേക്കും പോയി വാസനിക്കാൻ പോവാതെ അത് നീയാ സൂക്ഷിക്കേണ്ടത്. നിന്റെ അടുത്തുനിന്ന് നല്ല മണമാണ് അയാൾക്ക് കിട്ടുന്നതെങ്കിൽ അത് നീ ശ്രദ്ധിക്കണം. നിന്റെ അടുത്തുനിന്ന് നല്ല മണമാണ് അയാൾക്ക് ഇഷ്ടമെങ്കിൽ അത് നീ ശ്രദ്ധിക്കണം. ഭർത്താവിന്റെ മുന്നിലാവാൻ നല്ല മണം, മറ്റുള്ളവരുടെ അടുത്തേക്ക് അത് കൊണ്ടാവാതിരുന്നാൽ മതി. സുഗന്ധം ഭർത്താവിന്റെ മുന്നിലാണ് പെണ്ണിന് അനുവദനീയം. അവൾ അന്യരുടെ മുന്നിൽ സുഗന്ധം പൂശി നടന്നു കഴിഞ്ഞാൽ ആ സുഗന്ധം വാസനിക്കുന്നവൻ ഈ പെണ്ണിനെ ആസ്വദിക്കുക വഴി ഇവൾ വ്യഭിചാര കുറ്റത്തിൽ ഏർപ്പെട്ടു എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഭർത്താവിന്റെ മൂക്ക് നീ സൂക്ഷിക്കണം. ഭർത്താവിന്റെ കാത് നീ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ നിന്നിൽ നിന്നും അവന് സന്തോഷമുള്ളതേ കേൾക്കാൻ കഴിയൂ. ആ ഒരു അവസ്ഥയിലേക്ക് നീ മാറണം. നിന്റെ വായിന്ന് വന്നത് അവനെ അസ്വസ്ഥപ്പെടുത്തരുത്. അവന്റെ ചെവി നീ സൂക്ഷിക്കണം. നിന്റെ അടുത്ത് നല്ലതാണ് അവൻ കേൾക്കേണ്ടത്. അല്ലെങ്കിലോ അവന്റെ ചെവിയിൽ നിന്റെതല്ലാത്ത മറ്റൊരു ഹറാമ് എത്താതെ നീ സൂക്ഷിക്കണം. അവന്റെ കണ്ണിനെ നീയാണ് സൂക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നീയല്ലാത്ത ഒരു ഹറാം അവന്റെ കണ്ണിൽ വരാതെ സൂക്ഷിക്കണം. അവന്റെ കണ്ണ് എന്തൊക്കെ ആഗ്രഹിക്കുന്നു ആ രീതിയിലേക്കൊക്കെ നീ മാറണം. അവന്റെ കണ്ണ് ആഗ്രഹിക്കുന്നത് നീ ഒന്ന് ഡാൻസ് കളിക്കാനാണെങ്കിൽ ആരിലൊക്കെ ആടുണ്ടോ നോക്കണം. എന്നിട്ട് പതൊക്കെ ഒരു ഡാൻസ് കളിച്ച് കാണിച്ചു കൊടുക്കേണ്ടി വരും. ഭർത്താവാണിത്. ആ കണ്ണ് വേറൊരു സ്ഥലത്തേക്ക് പോവാതെ സൂക്ഷിക്കാൻ നിന്നെയാണ് അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നത്. ഇമാം ഗസാലി തുടർന്ന് പറയുന്നു, നിന്റെ അടുത്ത് നിന്നും അവൻ നല്ലത് മാത്രമേ വാസനിക്കാവൂ. നല്ല മണ നിന്റെ ശരീരത്തിൽ നിന്ന് അവന് കിട്ടാവൂ. ശരീരത്തിൽ നിന്ന് മാത്രമല്ല, ചില പെണ്ണുങ്ങള് പെരക്കാത്തിട്ട് മീൻ നന്നാക്കും. ഈ മനുഷ്യൻ അങ്ങോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാമ്പ് കയറിയ പൊത്തില് ചൂട്ട് കത്തിച്ച് വെച്ച മാതിരി എങ്ങനെയും ഒന്ന് പുറത്തേക്ക് കിടന്ന് നീട്ടിയാൽ മതി. കാരണം അത്രയ്ക്കും ക്ലാവായിരിക്കും പെരയുടെ അകത്ത്. അല്ലെങ്കിലോ കുട്ടി മൂത്രമൊഴിച്ചതൊക്കെ കിടക്കണ്ടാവും, അത് വൃത്തിയാക്കി ഉണ്ടാവില്ല. അദ്ദേഹം വരുന്നതിന് മുമ്പ് അതൊക്കെ വൃത്തിയാക്കി വീടും പരിസരവും നീ ഇടപഴകുന്ന എല്ലാ ചുറ്റുപാടിലും നിന്റെ ഭർത്താവിന് ഇഷ്ടമല്ലാത്തൊരു വാസന ഉണ്ടാവാതെ നീ നോക്കണം. നിന്റെ ഭർത്താവ് നല്ലത് മാത്രമേ കേൾക്കാവൂ. അയാൾക്ക് സന്തോഷമുള്ളത് കേൾക്കാൻ നീ പരമാവധി പരിശ്രമിച്ചേ പറ്റൂ മോളെ. നിന്നെ അയാൾ കാണുമ്പോൾ അയാൾ ഏത് രൂപത്തിലാണോ നിന്നെ സുന്ദരിയായി കാണുന്നത് ആ രൂപത്തിലേക്ക് നീ മാറിക്കൊടുക്കണം. ആ രൂപത്തിലേക്ക്. അപ്പൊ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു പെണ്ണിന് ആകെ ഒരു മാച്ചേ ഉള്ളൂ 200 രൂപയുടെ. ഈ പെണ്ണിനെ സംബന്ധിച്ച് ഇസ്ലാമിക കർമ്മശാസ്ത്രം പറയുന്നുണ്ട്, ഈ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം 6 മാസത്തിലൊരിക്കൽ ഇവൾക്കൊരു വീട്ടുവസ്ത്രം അവളുടെ അവകാശമാണെന്ന് പരിശുദ്ധ ഇസ്ലാം പറയാം. കാരണം എന്തിനാ ഇതൊക്കെ ഈ 6 മാസം കൂടുമ്പോൾ മേടിച്ചു വയ്ക്കണേ? രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുമ്പോ ഒരു ഡ്രസ്സേ തന്നെ ആകുമ്പോ ആകെ മുഷിയും. അയാൾ വരുമ്പോ നല്ല വസ്ത്രം വേണം. അപ്പൊ നല്ല വസ്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് അയാളുടെ മുന്നിൽ പരമാവധി ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചല്ലോ. ഒരു പെണ്ണിന്റെ ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പെണ്ണിന്റെ ജിഹാദ് എന്താ? അവള് യുദ്ധം ചെയ്യാൻ പോലാണ്. ഒരു പെണ്ണിന്റെ ജിഹാദ് ജിഹാദുൽ മർഅത്തി ഹുസ്നു തബഉൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭർത്താവ് ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക്, സംസാരത്തിലേക്ക്, കോലത്തിലേക്ക്, ഭംഗിയിലേക്ക് പെണ്ണ് ഒരുങ്ങി തയ്യാറാവാ എന്നതാണ്
പെണ്ണിന്റെ ജിഹാദ് എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പെണ്ണിന്റെ ജിഹാദ് തന്റെ ഭർത്താവ് ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് മാറിക്കൊടുക്കുക, അതാണ് പെണ്ണിന്റെ ജിഹാദ്. കുടുംബത്തിൽ ഒരു കുടുംബ ബന്ധമുള്ള ഒരു സഹോദരി ഹബീബിന്റെ മുന്നിൽ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് കത്തെഴുതി കൊടുക്കാണ്. അവൾ അപ്പുറത്ത് നിന്ന് കത്ത് ഇങ്ങനെ കൊടുക്കുക. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹോദരിയുടെ കയ്യിലേക്ക് നോക്കിയപ്പോ മൈലാഞ്ചിയില്ല. അവിടുന്ന് പറഞ്ഞു സഹോദരിയോട്, കല്യാണം കഴിഞ്ഞതല്ലേ പെണ്ണെ, നിനക്ക് കയ്യില് മൈലാഞ്ചിയൊക്കെ ഒന്ന് ഇട്ടുകൂടെ എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ഞാൻ സാന്ദർഭികമായി പറയുകയാണ്, മൈലാഞ്ചി ഇടുക എന്നത് വിവാഹിതയായ പെണ്ണിനെ സുന്നത്തുള്ളൂ. വിവാഹം കഴിയാത്ത, നിക്കാഹ് കഴിയാത്ത പെണ്ണ് മൈലാഞ്ചി ഇടൽ കറാഹത്ത്. നിക്കാഹ് കഴിഞ്ഞാലും വേണ്ടില്ല, കഴിഞ്ഞില്ലെങ്കിലും വേണ്ടില്ല. ആണ് മൈലാഞ്ചി കൈകാലുകളിലൊക്കെ ഇടുന്നത് ഹറാമാണ്. നരച്ച മുടി ചുവപ്പിക്കാൻ വേണ്ടിയൊക്കെ അല്ലാതെ, അല്ലെങ്കിൽ വല്ല ചികിത്സയുടെ ഭാഗമായിട്ടല്ലാതെ ആണുങ്ങൾ മൈലാഞ്ചി ഇടാൻ പാടില്ല. അപ്പോൾ കല്യാണത്തിന്റെ തലേന്ന് നിക്കാഹിന് മുമ്പ് പെൺകുട്ടി, മണവാട്ടിക്കുട്ടി മൈലാഞ്ചി ഇടൽ കറാഹത്താണ്. വിവാഹിതയാണെങ്കിൽ അവൾക്ക് മൈലാഞ്ചി സുന്നത്താണ്. ഇടക്കിടക്ക് ഒരു മൈലാഞ്ചി മരമൊക്കെ എല്ലാ വീട്ടിലും വേണം, ഒരു മുല്ലച്ചെടി വേണം. ഇടക്കിടക്ക് അതൊക്കെ പെണ്ണുങ്ങൾ ഉപയോഗിക്കണം. ഈ അവസ്ഥയിലേക്ക് ഒരു പെണ്ണ് മാറുക എന്നത് പടച്ചോന്റെ ഭാഗത്ത് നിന്നും കൂലി കിട്ടുന്ന ഒരു അമലായിട്ട് പരിഗണിക്കുമ്പോ അവളെയാ പറയുന്നത് സ്വാലിഹത്തായ ഭാര്യ എന്ന്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇങ്ങനെയൊക്കെ ആയാലാണ് അള്ളാഹ് പൊരുത്തപ്പെട്ട ഭാര്യയാവാൻ കഴിയൂ. അള്ളാഹു പൊരുത്തപ്പെട്ട ഭാര്യയാവാൻ ഇങ്ങനെയൊക്കെ ചെയ്യണം. അങ്ങനെ ചെയ്യണമെന്ന ബോധം ഒരു പെണ്ണിന് വരുമ്പോൾ അവളെ സംബന്ധിച്ച് അവൾ സ്വാലിഹത്തായി, അതായത് രാജാവിന്റെ ശിരസിൽ വെച്ച കിരീടം പോലെയാണ് ആ കുടുംബത്തിൽ അവളുടെ ഭംഗി എന്ന് മഹാനായ ഇമാം ഇസ്മാഇൽ ഹഖ് ബറൂസവി റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. അതായത് വഅലം അന്നൽ മർഅത സ്വാലിഹത ലിസൗജിഹാ കൽ മലികിൽ മുതവ്വജി ബിദ്ദഹബി. ഒരു പുരുഷനെ സംബന്ധിച്ച് സ്വാലിഹത്തായ ഭാര്യ അയാൾക്ക് ഉണ്ട് എന്നത് ഒരു രാജാവിനെ സംബന്ധിച്ച് അയാളുടെ ശിരസിൽ വെച്ച സ്വർണത്തിന്റെ കിരീടം പോലെയാണ്. ഏതുപോലെ കുല്ലമാ റആഹാ ഖററത ഐനുഹു. സ്വർണ്ണ കിരീടത്തിലേക്ക് നോക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ലേ? അതുപോലെ വൽ മർഅതു സുഉ, മോശമായ പെണ്ണ്, സ്വാലിഹത്തല്ലാത്ത പെണ്ണിൽ ബഅലിഹ, അവളുടെ ഭർത്താവിനെ സംബന്ധിച്ച് കൽ ഹംലി സഖീലി അലാ ശൈഖിൽ കബീരി, ഒരു വൃദ്ധന്റെ ചുമലിലേക്ക് വെച്ചു കൊടുത്ത വല്ലാത്ത ഭാരമുള്ള ഒരു ചുമട് പോലെയാണ്. അതങ്ങനെ ചോന്നുകൊണ്ട് കിടക്കണം. അതിനെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എത്തിക്കാൻ എന്ത് പാടായിരിക്കും, വളരെ പ്രയാസമായിരിക്കും ഈ പെണ്ണിന്റെ കൂടെ ജീവിക്കും. അതാണ് തഴവ പറഞ്ഞത്, മർഅത്ത് സ്വാലിഹത്തായി വന്നാൽ മെച്ചമാ, രാജന്റെ ശിരസിൽ വെച്ച താജിനു തുല്യമാ. അതുപോലെ അവൾ സുആയി വന്നാൽ പിന്നെ വൃദ്ധന്റെ തലയിൽ വെച്ച ചുമടായി പൊന്നേ. സ്വാലിഹത്തായ ഭാര്യയായി മാറാൻ ജീവിതത്തിന്റെ പരിശ്രമങ്ങൾ മുഴുവനും ഉപയോഗപ്പെടുത്തണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.